സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചു. കാര്യങ്ങളൊക്കെ പോകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി പരാതി കൊടുത്ത അതിജീവിതയുമായിട്ടുള്ള ചാറ്റ് പുറത്തു വിട്ടു എന്നതിന്റെ പേരിൽ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അതെ. ഇപ്പൊ ഫെനി പുറത്തുവിട്ട ചാറ്റിന്റെയും അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറിപ്പിന്റെയും പിന്നാലെ തന്നെ അതിജീവിത അവർക്ക് പറയാനുള്ള വശം എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളിലൂടെ അവരുടെ ഭാഗവും പറയുന്നുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള വോയിസ് അല്ല, AI ജനറേറ്റഡ് വോയിസ് ആയിട്ടാണ് കേൾപ്പിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ അതിജീവിതയ്ക്ക് ഇവിടെ എന്ത് ചാറ്റും പുറത്തുവിടാം. ഇതിനു മുന്നേയും അതിജീവിതകള് ചാറ്റുകൾ തെളിവായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അതിന് പ്രതിരോധിക്കേണ്ട കക്ഷിക്ക് ഒന്നും പറയാൻ പാടില്ല. ഇതെന്ത് നിയമമാണ് സർ? ശരിക്കും ഫെനി നൈനാനെതിരായിട്ടുള്ള ഈ കേസ് നിലനിൽക്കുന്നതാണോ? ഫെനി നൈനാനെതിരെ വ്യാജ കേസ് കൊടുത്തതിന് KP Act 117D അനുസരിച്ച് ഈ അതിജീവിത എന്ന് പറയുന്ന ആള് ഈ കേസിൽ അതിജീവിതയല്ല, ഈ കേസിൽ കംപ്ലൈനന്റ് ആണ്. അവർക്കെതിരെ കേസ് എടുക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് FIR 4/2026 അത് ഒരു സൈബർ പോലീസ് സ്റ്റേഷനാണ്, ഏതോ ഒരു ജുറിസ്ഡിക്ഷനില്. അത് കേസ് കൊടുത്തിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ള വ്യക്തിക്കെതിരെ 117D കേസ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ചാർജ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ് ഒന്നും നിൽക്കുന്നതല്ല. 72(1) എന്ന് പറയുന്നത് BNS 64 മുതൽ BNS 71 വരെയുള്ള ഒഫൻസസിലെ വിക്ടിംസിന്റെ ഐഡന്റിറ്റി ഡൈവേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന ആളുകൾക്ക് 2 വർഷം വരെ ശിക്ഷ കൊടുക്കുമെന്നാണ്. ഇവിടെ ഫെനി നൈനാൻ എന്ന് പറയുന്ന വ്യക്തി പുറത്തുവിട്ട ചാറ്റുകളിൽ നിന്നും താങ്കൾക്കോ എനിക്കോ ആ അതിജീവിതയുടെ ഐഡന്റിറ്റി വേറെ ആർക്കെങ്കിലും മനസ്സിലാകാനോ? ഒരിക്കലുമില്ല. ആർക്കും മനസ്സിലാകാൻ ഒക്കില്ല. അപ്പോൾ 72(1) നിൽക്കത്തില്ല. 2, അദ്ദേഹം പുറത്തുവിട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹവും ഈ അതിജീവിതയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹവും അതിജീവിതയും തമ്മിലുള്ള കോൺവെർസേഷൻ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിലുള്ള കോൺവെർസേഷനും അതിജീവിതയുടെ പേരും അതിജീവിതയുടെ ഐഡന്റിറ്റിയും പൊതുജനത്തിന് മനസ്സിലാകാത്ത രീതിയിൽ പുറത്തുവിട്ടാൽ ഒരു ക്രൈമും നിൽക്കത്തില്ല. 2ാമത്തെ സെക്ഷൻ അദ്ദേഹത്തിനെ ചാർജ് ചെയ്തിരിക്കുന്നത് 79 ആണ്. ഇൻസൾട്ടിംഗ് ദി മോഡസ്റ്റി ഓഫ് വിമൻ ത്രൂ വേർഡ്, ജെസ്റ്റർ ഓർ ആക്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന. അത് 3 വർഷം. ഈ ഞാൻ പറഞ്ഞ ആദ്യത്തേത് 2 വർഷമാണെങ്കിൽ ഇത് 3 വർഷമാണ് ഇതിനകത്തുള്ള ശിക്ഷ. ഈ അതിജീവിതയുമായിട്ടുള്ള കോൺവെർസേഷനിൽ എവിടെയാണ് ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഇൻസൾട്ട് ചെയ്യുന്നത്? ആകെ പറഞ്ഞിട്ടുള്ളത്, ഡിഫൻസ് എടുത്തിട്ടുള്ള ഒരു ക്ലെയിം എന്ന് പറയുന്നത് ഇത് ബലാത്സംഗമല്ല, ഇത് കൺസെൻഷ്വൽ സെക്സ് ആയിരുന്നു. ഇതിനകത്ത് ഒരു റൂമിൽ ഒരു സ്ത്രീ റൂം ബുക്ക് ചെയ്തിട്ട് അവിടേക്ക് ഈ പറയുന്ന അക്യൂസ്ഡ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തിയിട്ടാണ് അവർ തമ്മിൽ ബന്ധപ്പെട്ടതെന്നാണ് ഡിഫൻസിന്റെ ക്ലെയിം. അത് റീട്രേറ്റ് ചെയ്യുന്നതിന് എന്താണ് കുഴപ്പമെന്നുള്ളത് മനസ്സിലാവില്ല. അതെങ്ങനെയാണ് മോഡസ്റ്റി ഔട്ട്റേഷ്ഡ് ആകുന്നത്? വിവാഹിതയായിരുന്ന ഒരു സ്ത്രീ വേറെ ഒരു പുരുഷനുമായിട്ട് ചില ബന്ധങ്ങൾ വെച്ചു എന്നൊരു ക്ലെയിം നടത്തുന്നു. ആ വിവാഹിതയായിരുന്ന സ്ത്രീയുടെ ക്ലെയിം എന്ന് പറയുന്നത് ഞാനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്റെ ഹസ്ബൻഡിന്റെ നോളജോട് കൂടിയല്ല. ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിൽ ഞാൻ അവിടെ സ്ഥലത്ത് വരികയും നാട്ടിൽ വരികയും ഞാനൊരു റൂം എടുക്കുകയും ചെയ്തപ്പോൾ ആ റൂമിൽ വരുമ്പോൾ എന്നെ ഓവർ പവർ ചെയ്ത് റേപ്പ് ചെയ്തു. ഇതാണ് 2 റൈവൽ കണ്ടൻഷൻസ്. അത് കോടതി തീരുമാനിക്കണം. പക്ഷെ ഇതിനകത്ത് ആ സ്ത്രീയെ കുറിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു സോഷ്യൽ കൺവെൻഷൻ ഉണ്ട്, നമ്മളുടെ ഒരു കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മളുടെ അപ്ബ്രിങ്ങിങ് ഒക്കെ വെച്ചിട്ട് ഒരു വിവാഹം എന്താ പറയുക, പ്രീമറിറ്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് ഫിസിക്കലാകണമെന്നില്ല, ഇമോഷണലും ആകാം, എന്തുമാകാം, അത് ശരിയായിട്ട് കാണുന്ന ഒരു സമൂഹമല്ല നമ്മളുടെ സമൂഹം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയായിട്ടുള്ള ഒരു കാര്യമായി കാണുന്ന സമൂഹമല്ല നമ്മളുടേത്. മറ്റേവർ ചെയ്യുന്നത് ഒട്ടും ശരിയായി കാണുന്ന ഒരു സമൂഹമല്ല നമ്മളുടെ സമൂഹം. അപ്പൊ അത് വെച്ചിട്ട് ആളുകൾക്ക് അഭിപ്രായം പറയാം. അത് ഒരു സ്ത്രീത്വത്തിന്റെ മോഡസ്റ്റി ഔട്ട്റേജ് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് ഒരു കോടതിയിൽ നിൽക്കത്തില്ല. കോടതി അത് ചവറ്റുകുട്ടയിലിടും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് IT Act 67 ആണ്. IT Act 67 ഇങ്ങനെ ഇതുപോലത്തെ ഒബ്സീൻ കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ കൂടെ പരസ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒഫൻസിന് 3 വർഷവും 5 ലക്ഷം രൂപയും പിഴയും, റിപ്പീറ്റ് ഒഫൻസിന് 5 വർഷവും 10 ലക്ഷം രൂപ ഫൈനുമാണ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതെല്ലാം ക്ലിയർലി അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ വ്യക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, 7 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന കേസുകളിൽ മാത്രമേ അറസ്റ്റും റിമാൻഡും പാടുള്ളൂ. 7 വർഷമോ അതിൽ താഴെയോ വിത്ത് ഓർ വിതൗട്ട് ഫൈൻ ഉള്ള ശിക്ഷ വരുന്ന അട്രാക്ട് ചെയ്യുന്ന ഒഫൻസുകളാണെങ്കിൽ
BNSS 35-3 നോട്ടീസ്. BNSS 35-3 നോട്ടീസ്. അന്ന് ആ വിധി വരുമ്പോൾ 41A CRPC ആയിരുന്നു. ഇപ്പോൾ BNSS 35-3 നോട്ടീസ് പ്രയറായിട്ട് സെർവ് ചെയ്യണം. അത് റീസണബിൾ ടൈം കൊടുക്കണം. അല്ലാതെ ഇപ്പൊ കൊണ്ട് സെർവ് ചെയ്തിട്ട് ഇപ്പൊ കൂടെ വാന്ന് പറയാൻ ഒക്കൂല. ഒരു റീസണബിൾ ടൈം അപ്പിയർ ചെയ്യാൻ കൊടുത്ത് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തി അക്യൂസ്ഡിനെ ചോദ്യം ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഈ അറസ്റ്റ് നെസസറി ആണെന്ന് തോന്നിയാൽ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് 2 ആൾ ജാമ്യം, 2 പേരുടെ ID പ്രൂഫ് കാണിച്ച് ആൾ ജാമ്യത്തിൽ സ്റ്റേഷനിൽ നിന്ന് വിടണം. നോയിൽ നോൺ ബെയിലബിൾ എന്ന് എഴുതിയിട്ടുള്ളതാണെങ്കിലും 3 വർഷത്തോളം ഒരു ഒഫൻസ് നോൺ ബെയിലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ 5 വർഷം ഒഫൻസ് നോൺ ബെയിലബിൾ ആണെന്ന് എഴുതിയാലും അർണേഷ് കുമാർ വന്നതോടുകൂടി അതെല്ലാം ഡീംഡ് ബെയിലബിൾ ആയി കഴിഞ്ഞു. പോലീസിന് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് വയലേറ്റ് ചെയ്താൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കണ്ടംപ്റ്റ് ആണ്. ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്യണം. സുപ്രീം കോടതി ഇന്ത്യയിലെ പല ജുറിസ്ഡിക്ഷനിലും, സുപ്രീം കോടതി മാത്രമല്ല പല കോടതികളും ഇത് വയലേറ്റ് ചെയ്തിട്ടുള്ള പോലീസുകാരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. 1 ദിവസം 2 ദിവസം ഇങ്ങനെയൊക്കെ ജയിലിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ നിരവധി കേസുകളുണ്ട്. അതേപോലെ ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ കേസുകളിൽ പോലും ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ റിമാൻഡ് ചെയ്യാം. അത് 1, ഫർദർ കസ്റ്റഡിയിൽ ഇന്ററോഗേഷൻ ഇസ് നെസസറി, എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി അത് ആവശ്യമുണ്ട്. 2, വിറ്റ്നസസിന് ഇൻഡ്യൂസ്മെന്റ് ഓഫർ ചെയ്യുകയോ ഇന്റിമിഡേറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട്. 3, വിക്ടിമിന് ഇൻഡ്യൂസ്മെന്റ് ഓഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഇന്റിമിഡേറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട്. 4, ഇദ്ദേഹം ഇഫ് ഹീസ് ലെറ്റ് ലൂസ് അദ്ദേഹം ഇനിയും സിമിലർ ഒഫൻസസ് കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബെയില് ഓപ്പോസ് ചെയ്തപ്പോൾ കോടതിയിൽ അവരത് പറഞ്ഞു, ഓൾറെഡി ഹീസ് ആൻ അക്യൂസ്ഡ് ഇൻ സിമിലർ ക്രൈംസ് ആൻഡ് ദർ ഇസ് എ പോസിബിലിറ്റി, ഒരു സീരിയൽ ഒഫൻഡർ എന്ന് അതും പറഞ്ഞിരുന്നു. പിന്നെ 5-മത്തെ ഏറ്റവും പ്രധാന കാര്യം, ലോയുടെ മുന്നിൽ ഹാജരാകില്ല, കോടതിയിൽ ആബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ആ ചെക്ക് ലിസ്റ്റിൽ യെസ് ഓർ നോ എന്ന് ടിക്ക് ചെയ്ത് മാത്രം പോരാ, മിയർ ടിക്കിംഗ് മാത്രം പോരാ, റിമാൻഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കേസ് ഡയറിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ട് എസ് ഓരോ പോയിന്റിന് ടിക്ക് ചെയ്തു എന്ന് എഴുതണം, നോ എന്തുകൊണ്ടെന്ന് ടിക്ക് ചെയ്തു എന്ന് എഴുതണം. അത് മജിസ്ട്രേറ്റുമാർ only after an independent application of mind അവർ ഡിസിഷൻ എടുത്തോളൂ. അല്ലാതെ പോലീസ് പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് പോസ്റ്റ് ഓഫീസ് പോലെ പ്രവർത്തിച്ചാൽ മജിസ്ട്രേറ്റുമാർക്ക് എതിരെ നടപടി വരുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലെ മജിസ്ട്രേറ്റുമാരെയും സുപ്രീം കോടതി ഇത് വയലേറ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിന് റീട്രെയിനിങ്ങിന് അയച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ ഒരു സെഷൻസ് ജഡ്ജിയെ വരെ റീട്രെയിനിങ്ങിന് അയച്ചിട്ടുണ്ട്. അദ്ദേഹം സുപ്രീം കോടതിയോട് കെഞ്ചി പറഞ്ഞു, എനിക്ക് 6 മാസമേ ഉള്ളൂ റിട്ടയർ ചെയ്യാൻ, എന്നെ അപമാനിക്കരുതെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നോ, ദിസ് ഷുഡ് സെർവ് ആസ് എ വാർണിംഗ് ടു ഓൾ ദ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഓഫ് ദിസ് കൺട്രി, അതുകൊണ്ട് നിങ്ങൾ റീട്രെയിനിങ്ങിന് പോകണം എന്ന് പറയും. അപ്പൊ അത്ര കർക്കശമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത് ഇൻ വയലേഷൻ ഓഫ് അർണേഷ് കുമാർ ആണ്. ഇനി അറസ്റ്റുകൾ പലതും അവർ വയലേറ്റ് ചെയ്ത് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ സംഘടന CRSJSയിൽ ഇതുപോലത്തെ ആളുകൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളവരൊക്കെ ഞങ്ങളൊരു നോട്ടീസ് പോലീസിന് അങ്ങോട്ട് അയപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ പോലീസിനെ ധരിപ്പിച്ചിട്ടുണ്ട്. പോലീസിനെ വെല്ലുവിളിക്കുകയല്ല, പോലീസിന്റെ അടുത്ത് ഇതിന്റെ നിയമവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ള പോലീസുകാർ പിന്നെ അവരെ ഹരാസ് ചെയ്തിട്ടില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ പോലീസിന് അറിയാം, ദേ വിൽ ബി വയലേഷൻ ഓഫ് ദ ലോ, ദേ വിൽ ബി ഇൻ കണ്ടംപ്റ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഒരു കോൺറ്റുമേഷ്യസ് ആയിട്ടുള്ള സുപ്രീം കോർട്ടിനെതിരെയുള്ള നടപടികൾ വന്നു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാകുകയും ശിക്ഷ കിട്ടുകയും ചെയ്യുമെന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് ഇവരൊക്കെ ഹൈക്കോടതിയിൽ ഈ വക്കീലന്മാർ എന്തിനാണ് ബെയിലിന് കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ബെയിൽ എന്തായാലും കിട്ടും 100%, കാരണം ഇതൊരു നിസ്സാര കാര്യമാണ്. ഓക്കെ സാർ. അപ്പോൾ പറയുന്നത് അനുസരിച്ച് നമുക്ക് ഫെനി നൈനാനെതിരെയുള്ള ഒരു കേസിൽ കാര്യമായിട്ടൊരു ശിക്ഷ കാര്യങ്ങളൊന്നും നീങ്ങാൻ ചാൻസ് ഇല്ല. ഒന്ന് നിയമപരമായി പോലീസ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെനി നൈനാന് 35-3 നോട്ടീസ്, BNSS 35-3 നോട്ടീസ് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇന്ന ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ഇന്ന സമയത്ത് ഹാജരാകണമെന്ന് ആവശ്യപ്പെടണം. അങ്ങനെ കൊടുക്കുന്ന നോട്ടീസിൽ റീസണബിൾ ടൈം കൊടുക്കണം. ഒരു 2 ദിവസമെങ്കിലും സമയം കൊടുക്കണം. ഫെനി നൈനാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായാൽ ഫെനി നൈനാനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് 2 ആൾ ജാമ്യം കൊണ്ടുവരാൻ പറയണം. അവരുടെ ID പ്രൂഫിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ജാമ്യം കൊടുക്കണം. അതേ ഈ കേസ് ചെയ്യാൻ ഒക്കുള്ളൂ. കാരണം ഈ ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യത്തിലും ഫെനി നൈനാന് ഒരു കസ്റ്റോഡിയൽ ഇന്ററോഗേഷന്റെ ആവശ്യമില്ല. കാരണം ഇലക്ട്രോണിക് മീഡിയയിൽ വന്നിട്ടുള്ളതാണ് ഈ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എവിഡൻസും ഒക്കെ. അപ്പൊ അതിനകത്ത് ഫർദർ കസ്റ്റോഡിയൽ ഇന്ററോഗേഷന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ അദ്ദേഹം ഇന്റിമിഡേറ്റ് ചെയ്യും എന്ന് പറയാനായിട്ട് അതിനുള്ള ഒരു പശ്ചാത്തലമൊന്നുമില്ല. ഈ അമേരിക്കയിൽ കിടക്കുന്ന അല്ലെങ്കിൽ കാനഡയിൽ കിടക്കുന്ന എന്ന് പോലീസ് പറയുന്ന ഒരു വിക്ടിമിനെ ചെന്ന് ഭീഷണിപ്പെടുത്താനോ ഒന്നുമുള്ള
കപ്പാസിറ്റി ഒന്നും ഇവർക്കൊന്നുമില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് സാക്ഷികളുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇലക്ട്രോണിക് മീഡിയയിൽ ഷെയർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം പ്രൂഫൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എവിഡൻസ് ഒന്നും ടാമ്പർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ആ വക കാര്യങ്ങൾ, പിന്നെ ഇദ്ദേഹം ആബ്സ്കോണ്ട് ചെയ്യാനായിട്ടൊന്നും സ്ഥിരം കുറ്റവാളിയോ ഒന്നും ഉള്ള ഒരു ചെറുപ്പക്കാരനല്ല. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഒന്നും ഇങ്ങനെ പോലീസിൽ നിന്നോ നിയമത്തിൽ നിന്നോ ഒളിച്ചോടാനായിട്ട് സാധ്യതയില്ല. ചിലപ്പോൾ ജാമ്യം കിട്ടാൻ വേണ്ടി അവർ ചിലപ്പോൾ ഒളിവിൽ പോയിട്ട് ജാമ്യത്തിനൊക്കെ വന്നെന്നിരിക്കും. അല്ലാതെ അവരൊന്നും ലോയെ എവേഡ് ചെയ്ത് പോകൂല. അപ്പൊ ഇതൊന്നും അറസ്റ്റ് ജസ്റ്റിഫൈ ചെയ്യൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അറസ്റ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഇൻ വയലേഷൻ ഓഫ് ദി ഓണറബിൾ സുപ്രീം കോർട്ട് ഓർഡേഴ്സ് ഇൻ അരുണേഷ് കുമാർ. ഓക്കെ സാർ, മറ്റൊരു സംശയം എനിക്കുള്ളത്, ഈ ഇപ്പോ ഫെനി നൈനാണെങ്കിലും ഇപ്പോ കേസ് എടുത്തിട്ടുള്ള പലരും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഇവർ കേസ് കൊടുക്കുമ്പോൾ ഈ ഇര അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന പരാതിക്കാരി തന്നെ പല മീഡിയാസിന് മുന്നിലും വരുന്നില്ലേ? അവരുടെ വോയിസ് ആയിട്ടും ചാറ്റ് ആയിട്ടും ഒക്കെ പുറത്ത് വരുന്നില്ലേ? അപ്പൊ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയോടല്ലേ പറയേണ്ടത്, ചാനലുകളോടല്ലല്ലോ. അപ്പൊ അവര് ചെയ്യുന്നതും ഇപ്പൊ ഇര കോടതിയിൽ കൊടുത്ത കേസിൽ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തെന്ന് പറഞ്ഞ് വലിയൊരു പാതകമൊന്നുമല്ല. ഇന്നത്തെ നമ്മളുടെ ശരിക്കും കോടതിയുടെ അന്വേഷണ പരിധിയിൽ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു സബ് ജുഡീസ് ആയിട്ടുള്ള കാര്യത്തിൽ അതിൽ ബന്ധപ്പെട്ട ആളുകൾ പരസ്യ പ്രതികരണത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. അതാണ് ഉത്തമമായിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു എന്താ പറയരുത് പെരുമാറ്റം. പക്ഷേ അത് വലിയ പ്രശ്നമൊന്നുമല്ല. നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ മീഡിയ ട്രയലാണ് നടക്കുന്നത്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും ആ ഇരയാക്കപ്പെട്ട വ്യക്തി ആ വ്യക്തിയുടെ വശം വന്നിരുന്ന് വിശദീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് കോടതിയാണ് അൾട്ടിമേറ്റ്ലി അതൊക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷെ അവർക്കത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ ഇര ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സൈലൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഫെനി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് കള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് സൈലൻസ് ചെയ്യാൻ നോക്കുകയാണ്. എന്റെ ഐഡന്റിറ്റി ഡൈവേർട്ട് ചെയ്തു എന്നാണ് പറയുന്നില്ലെങ്കിൽ പോലീസിന് 72(1 എങ്ങനെ ചാർജ് ചെയ്യാനോ? അവരുടെ മോഡസ്റ്റി അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 79 എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് ഹോട്ടലിൽ മുറിയിൽ വിളിച്ചിരുത്തി എന്ന് പറയുന്നത് 79ന്റെ അട്രാക്ട് ചെയ്യത്തില്ല. ആ സ്ത്രീ മോശക്കാരിയാണ് എന്ന് പറഞ്ഞാൽ 79 ഒരു പക്ഷേ അട്രാക്റ്റഡ് ആകും. പക്ഷെ ഇവിടെ പെരുമാറ്റം ധാർമ്മികമായിരുന്നോ എന്ന് ഒരാൾ ചോദിച്ചാൽ ഒരു രീതിയിലും നമ്മളുടെ ഭാരത സംസ്കാരത്തിൽ അത് ഒരു മോശമായിട്ടുള്ള പരാമർശമായിട്ട് കണക്കാക്കപ്പെടാൻ പറ്റില്ല. കാരണം വിവാഹിതയായ ഒരു സ്ത്രീ ഒരു ഹോട്ടൽ മുറിയിലേക്ക് ഫ്രണ്ട്ഷിപ്പ് സ്ട്രൈക്ക് ആയിട്ട് ഒരു പുരുഷനെ മീറ്റ് ചെയ്യാനായിട്ട് ആ പുരുഷൻ എത്ര നിർബന്ധിച്ചാലും സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യമാണെന്ന് അഭിപ്രായപ്പെടാൻ പറ്റൂല. അതിനകത്ത് കുറച്ചെങ്കിലും നമ്മൾക്ക് ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഉണ്ടെന്ന് പറയേണ്ടി വരും. അതാണ് അതിന്റെ സത്യം. അത് പിന്നെ പറയുന്ന ഭാഷ എന്താണെന്നുള്ളതാണ് അവിടെ. ആ സ്ത്രീയെ ഉപയോഗിക്കുന്ന പദങ്ങൾ മോശമാണെങ്കിൽ അഫ്കോഴ്സ് 79 അട്രാക്ട് ചെയ്യും. പക്ഷേ ഈ കേസിൽ ഫെനി നൈനാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത്തരം പദപ്രയോഗങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പൊ അത് നിൽക്കില്ല. പിന്നെ അഥവാ നിന്നാലും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഒക്കൂല എന്നുള്ളതാണ് എന്റെ കണ്ടൻഷൻ. ഇദ്ദേഹത്തിനെയും പോലീസ് ഈ വക സെക്ഷൻസ് രാഹുൽ മാങ്കൂട്ടത്തിന് 75(1)(4 കൂടെ, അതായത് സെക്ച്വലി കളേർഡ് റിമാർക്ക് എന്ന് പറഞ്ഞാലും അരുണേഷ് കുമാർ ആപ്ലിക്കബിൾ ആണ്. ആ അറസ്റ്റ് ഇല്ലീഗലാണ്. അതുകൊണ്ട് ഇത് കാണിച്ച് പേടിപ്പിക്കാൻ പോലീസോ ഇരയാക്കപ്പെട്ട വ്യക്തിയോ വിചാരിച്ചാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടെങ്കിൽ അവർ തിരിച്ച് പോലീസിനെയും ഈ വ്യക്തിയെയും പാഠം പഠിപ്പിക്കും. അത് പിന്നെ അവരുടെ ലീഗൽ ടീമാണ് തീരുമാനിക്കാനുള്ളത്. ഇവിടെ അതിജീവിത വന്നിട്ട് ഈ ഫെനി നൈനാന്റെ പോസ്റ്റിന് പിന്നാലെ അതിജീവിത പറഞ്ഞ കാര്യം ഇവരുടെ ചാറ്റ് പുറത്ത് വിട്ടുകൊണ്ട് ലക്ഷ്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അവർ തന്നെ പറയാണ് അവരുടെ ചാറ്റില് മറ്റൊരു അർത്ഥം ഉണ്ടെന്നാണ്. എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂല. ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി, എന്റെ ചാറ്റ്, ഞാനിപ്പം ഒരു സ്ത്രീയുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ റൂമിലോട്ട് വരണം, എനിക്ക് ഇങ്ങനെയൊക്കെ ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അത് ചാറ്റ് പുറത്തു വിട്ട് ഞാനൊരു മോശക്കാരനാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ എനിക്കതിനകത്ത് കൂടുതലൊന്നും ഞാൻ ചെയ്ത പ്രവൃത്തിയാണ്. അതുപോലെ ഒരു സ്ത്രീ ഇതിനൊക്കെ റൂം എടുക്കാൻ സമ്മതിച്ചു, അതൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു ചാറ്റ്, ആ ചാറ്റിൽ തന്നെ കാറിൽ വെച്ച് സംസാരിക്കാന്ന് പറയുന്നു, പരിസരത്ത് ഇതൊക്കെ പറയുന്നത് അവർ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ
സ്ലട്ട് ഷേമിംഗ് ആകണമെന്നുണ്ടെങ്കിൽ ഫെനി നൈനാൻ പറയണം ഇവര് ഒരു സ്ലട്ടാണെന്ന് പറയണം. അതെ. ആ ചാറ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ സ്ലട്ട് ഷേമിംഗ് ആകില്ല. ഞാൻ പറയുന്ന വ്യത്യാസം മനസ്സിലാക്കണം. മനസ്സിലാവുന്നത്. ആ ചാറ്റ് വിട്ടിട്ട് ഈ സ്ത്രീ ഒരു സ്ലട്ടാണ് അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്ലട്ട് ഷേമിംഗ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ചാറ്റ് വിട്ടപ്പോൾ ആ സ്ത്രീക്ക് സ്വമേധയാ സ്ലട്ട് ഷേമിംഗ് ആയിപ്പോയി എന്ന് തോന്നിയാൽ അത് അവരുടെ മനസാക്ഷി കുത്താണെന്ന് എനിക്ക് പറയേണ്ടി വരും. അതെ, അതിലേക്ക് തന്നെയാണ് ഞാനും ചോദിച്ചത്. അത് തന്നെയാണ്. അതായത് ഒരു വിവാഹിതയായ സ്ത്രീ തന്റെ പുരുഷ സുഹൃത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നു. പോലീസ് അർദ്ധരാത്രിയിൽ തന്നെ ഹോട്ടലിൽ കയറിയിട്ട് MLA അറസ്റ്റ് ചെയ്യുന്നു. അതും അവരെ അവിടെ വെച്ചിട്ട് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു. മുഖത്ത് തുപ്പി, അങ്ങനെ ഒരുപാട് എലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പൊ മുഖത്ത് തുപ്പി അതിനകത്ത് ഞാൻ ആ സ്ത്രീയെ കുറ്റം പറയില്ല. അവര് ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി ഗൗരവമുള്ളതാണോ അല്ലയോ എന്ന് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നൊരു സ്ത്രീ പരാതിപ്പെട്ടപ്പോൾ അത് നീ ഇത്രയും നാൾ പറയാത്തത് എന്ത്? നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. 2023 നടന്ന സംഭവം ഇപ്പോൾ പറയുന്നത് എന്ത് എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഇല്ല സാർ, ഇവിടെ ഒരിക്കലും ഞാൻ പരാതിക്കാരി പരാതി കൊടുക്കാൻ വൈകി അല്ലെങ്കിൽ പുറത്തു പറയാൻ വൈകി എന്നുള്ളതല്ല ചോദ്യം ചെയ്യുന്നത്. അവര് ഇത്രയും മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് വീണ്ടും അയാളെ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ വലിയ പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തെ വീണ്ടും കാണണമെന്നും അല്ലെങ്കിൽ കാറിൽ വെച്ച് ഹോട്ടലിൽ വെച്ച് കാണണം, ഫ്ലാറ്റിൽ വെച്ച് കാണണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ അത് ഫെനി നൈനാൻ രാഹുലിനോടുള്ള രാഹുലിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫെനി നൈനാൻ അത് പുറത്ത് കാണിച്ചതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഫെനി നൈനാനെ ഒരിക്കലും കുറ്റം പറയാൻ ഒക്കൂല. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതെ. പക്ഷേ ആ സ്ത്രീ വീണ്ടും അങ്ങനെ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ അന്ന് ബലാത്സംഗം ചെയ്തില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ അതിന് പരിഹാരം കണ്ടോളാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്ത്രീ ഒരു വീക്ക് മൊമെന്റിൽ അത് വിശ്വസിക്കാം. അത് കാരണം പരാതിപ്പെടാതിരിക്കാം. അതൊക്കെ സംഭവിക്കുന്നതാണ്. ഞാൻ ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട്, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായതുകൊണ്ട് ഇത്തരം ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളുടെ അടുത്ത് പലപ്പോഴും വരും. നമുക്കൊന്നും ചെയ്യാൻ ഒക്കൂല, നമുക്ക് സമാധാനപ്പെടുത്തി വിടാനേ ഒക്കുള്ളൂ. പക്ഷേ നമ്മൾ ഇതുപോലത്തെ കേസുകൾ കണ്ടിട്ടുണ്ട്. ശരിക്കുള്ള റേപ്പ് വിക്ടിംസുമായിട്ട് ഞാൻ ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അവർ പൊട്ടിക്കരഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നിസ്സഹായരായി അത് കേട്ടിരിക്കേണ്ട ഗതികേട് നമുക്ക് വന്നിട്ടുണ്ട്. കുറെ ദിവസം നമ്മളുടെ ഉറക്കം പോയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ, ഞാൻ കേസ് പറയുന്നില്ല, എൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ട്. പോലീസ് കസ്റ്റഡിയിൽ സീനിയർ പോലീസ് ഓഫീസറുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ വേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സെക്ഷലി അബ്യൂസ് ചെയ്തത് അവര് എന്റെ മുന്നിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കേസ് നടക്കുന്നുണ്ട്. പോലീസ് അത് ഒത്തുതീർപ്പാക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാൻ ഒക്കില്ല. പിൻകാലത്ത് നമ്മൾ ശരിയാക്കി തരാമെന്ന് ഇപ്പൊ ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ പറയുകയാണ് ഞാൻ വിവാഹം കഴിച്ചോളാം, യു ആർ എസ്ട്രേഞ്ച്ഡ് ഹസ്ബൻഡുമായിട്ട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ സ്വാന്തന പെട്ടെന്നൊക്കെ ഇരിക്കും, ചിലപ്പോൾ പിന്നീടും ബന്ധപ്പെട്ടെന്നിരിക്കും. അതിനൊന്നും ഞാൻ ഈ ഇരയാക്കപ്പെട്ട വ്യക്തിയെ കുറ്റം പറയില്ല. അതൊക്കെ നിയമം തീരുമാനിച്ചോളും അതിനകത്ത് ബലാത്സംഗം നടന്നോ ഇല്ലയോ എന്നൊക്കെ. അതൊരു മീഡിയ ട്രയലിന് വിധേയനായി ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് തയ്യാറല്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയി. കേരള പോലീസ് അവിടെ വെച്ച് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയിരുന്നുവെങ്കിൽ, അവിടെ വെച്ച് ഇൻസ്പെക്ഷൻ മെമ്മോ തയ്യാറാക്കിയിരുന്നുവെങ്കിൽ, ഏത് അർദ്ധരാത്രിയാണെങ്കിലും ദാറ്റ് അറസ്റ്റ് ഇസ് പെർഫെക്റ്റ്ലി വാലിഡ്. ഒരു സ്ത്രീ പരാതിപ്പെട്ടെങ്കിൽ കേരള പോലീസ് നമുക്കറിയാതെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയതുകൊണ്ടാണ് അർദ്ധരാത്രി ചെന്നതെന്ന്, എങ്കിലും ആ പറഞ്ഞ ആക്ഷനിൽ തെറ്റൊന്നും പറയാൻ ഒക്കില്ല. ഇവിടെ നേരിട്ട് സ്റ്റേഷനിൽ ചെന്ന് എന്നെ മൈനർ ആയിരിക്കുമ്പോൾ മുതൽ ഒരുത്തൻ എന്നെ ബലാത്സംഗം ചെയ്യുകയും എന്നെ അബോർട്ട് ചെയ്യുകയും ചെയ്തെന്ന് ഒരു പെൺകുട്ടി എഴുതി കൊടുത്തിട്ട് മാസങ്ങളായിട്ട് പോലീസ് കേസ് ചാർജ് ചെയ്യാതെ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിന്നെ ഒരു കള്ളക്കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കള്ളക്കേസിൽ പെടുത്തി റിമാൻഡ് ചെയ്തിട്ട് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഈ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്ന് അവിടെ വെച്ച് FIR മറ്റേ ആൾക്കെതിരെ ഇട്ടിട്ട് 4 മാസമായിട്ടും ആ പോക്സോ കേസിലെ പ്രതിയെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അങ്ങനെയുള്ള കേരള പോലീസാണ് വിദേശത്തിരിക്കുന്ന ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി കൊടുത്തപ്പോൾ അർദ്ധരാത്രി ഓടിച്ചെന്ന് അറസ്റ്റ് ചെയ്തത്. അപ്പം പോലീസ് ചെയ്യുന്നത് നിഷ്പക്ഷമല്ല, പക്ഷെ അതിനകത്ത് ഇല്ലീഗാലിറ്റി ഉണ്ടെന്ന് പറയാൻ ഒക്കില്ല. അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്, പക്ഷെ അവിടെ വെച്ച്
ആ അറസ്റ്റ് മെമ്മോ തയ്യാറാക്കാതെ ഇരുന്നപ്പോൾ അത് അബ്ഡക്ഷനായി മാറി, അതൊരു ക്രൈമായി മാറി. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്.